ചെറുതായി ഈ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ പങ്കെടുത്ത് ഗംഗയിൽ സ്നാനം ചെയ്താൽ ചൊറി വരുമെന്നാണ് നമ്മുടെ കണ്ണൂരുള്ള CK വിനീത് പറഞ്ഞിരിക്കുന്നത്. വലിയ എതിർപ്പും പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ട് അതിനെതിരെ. എന്താണ് സർ വിനീത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? 2-3 വിഷയങ്ങളുണ്ട് പക്ഷേ ആ വിഷയം ചർച്ച ചെയ്യും. ഞാനിത് ശ്രദ്ധിച്ചായിരുന്നു. ഒന്ന്, ഈ അക്ഷരവേദി പോലുള്ള സ്ഥലങ്ങൾ നേരത്തെ MP വീരേന്ദ്രകുമാർ സാറൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ, മാതൃഭൂമി MT വാസുദേവനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മാതൃഭൂമി ഇതുപോലത്തെ മത്സരം ഇത് നടത്തും. അന്ന് എന്ന പേരിലല്ല, അല്ലാതെ തന്നെ അവർ ഈ അവരുടെ പുസ്തകോത്സവത്തിനനുബന്ധിച്ച് നല്ല ചർച്ചകൾ നടത്തും. മനോരമയും ചെയ്യാറുണ്ട്. ഈ ചർച്ചകൾ കഴിയുമ്പോൾ സമൂഹത്തിന് എന്ത് കിട്ടും? നന്മയുള്ള പുതിയ ആശയങ്ങൾ കിട്ടും. ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഏത് ഈ ഫെസ്റ്റിവൽ എടുത്തോളൂ, ബുക്ക് ഫെസ്റ്റിവലും എടുത്തോളൂ, അക്ഷരോത്സവം, ഏത് പേരിലെടുത്തോളൂ, അവിടെ എല്ലാം നടക്കുന്നത് ഒരു കയ്യടി പ്രോഗ്രാം. പരസ്പരം തർക്കിക്കുന്നവരെ വിളിച്ചുകൊണ്ടിരുത്തി, ചാനൽ പോലെ പരസ്പരം തർക്കിക്കുന്നവരെ വിളിച്ചുകൊണ്ടിരുത്തും. ചാനലിലെ ആളുകൾ തന്നെയാണ് പലപ്പോഴും അത് മോഡറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് മുമ്പിലിരിക്കുന്നവരെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറയും. CK വിനോദ് ഫുട്ബോളറാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചോ സ്പോർട്സിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചോ സ്പോർട്സിൻ്റെ നയങ്ങളെക്കുറിച്ചോ ഒക്കെ ചർച്ച ചെയ്താൽ വിനീത് പറയുന്നത് നന്നായിരിക്കും. ഒന്ന്, വിനീത് വിശ്വാസിയാണോ? ഒന്നാമത്തെ ചോദ്യം. വിശ്വാസി അല്ലെങ്കിൽ എന്തിനാണ് കുംഭമേളയിൽ പോകുന്നത്? 53 കോടി ആളുകൾ പോകുന്നിടത്ത് ഒരാളും കൂടെ പോയി എന്തിനാണ് ശല്യം ചെയ്യുന്നത്? ഒരാൾ കുറഞ്ഞാൽ നല്ലതല്ലേ? വിശ്വാസം ഇല്ലാത്ത ആളങ്ങോട്ട് പോകാൻ പാടില്ല. 2, പോയാൽ എന്ത് ചെയ്യുക? അവിടെ ഇപ്പോൾ പരശുരാമ ക്ഷേത്രം ഉണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത്, തിരുവല്ലം പരശുരാമ ക്ഷേത്രമുണ്ട്. ബലിയുടെ സങ്കല്പം എന്താ? പിതൃബലിയുടെ സങ്കല്പം എന്താ? അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയ സങ്കല്പം എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിക്കണമെന്നാണ്. അതെ, വർഷത്തിലൊരിക്കലും ബലിയിട്ട് മുങ്ങിക്കുളിക്കണമെന്നാണ്. പക്ഷേ തിരുവല്ലത്ത് മുങ്ങിക്കുളിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. മുങ്ങിക്കുളിച്ചാൽ ചത്തുവും. ചൊറി പിടിക്കണമല്ല, ചത്തുവും. അത്ര വലിയ മാലിന്യമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈസ്റ്റ് ബോട്ട്, ഞാനിപ്പം ഈസ്റ്റ് ബോട്ട് വഴി അതുവഴി വണ്ടി ഓടിച്ച് വന്നുകൊണ്ടാണ് പറയുന്നത്. ഈസ്റ്റ് ബോട്ടിൽ നിന്ന് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം വഞ്ചിയൂരിലേക്ക് കോടതിയിലേക്ക് പോകാൻ ഒരു ചെറിയ റോഡ് കിടപ്പുണ്ട്. കുറച്ച് വാഹനങ്ങൾ മാത്രം പോകാൻ പറ്റുന്ന, വലിയ ബസ്സൊന്നും അതൊരു പോകാറില്ല, ചെറിയ വാഹനങ്ങൾ. ആ തോടിൻ്റെ സൈഡിൽ കൂടെ, ആ മേഴിഞ്ഞ തോടിൻ്റെ സൈഡിൽ കൂടെ മാഷ് ഒരു 5 മിനിറ്റ് ഒന്ന് നടന്നു പോകാൻ പറ്റത്തില്ല. നാറ്റം കാരണം. വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള തോടാണത്. നാറ്റം കാരണം പോകാനും പറ്റത്തില്ല. അവിടെയാണ് ഒരാൾ മരിച്ചത്. അത് വൃത്തിയാക്കി ഇറങ്ങി മരിച്ചത്. നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ എല്ലാ നദികളും പൊല്യൂട്ടഡാണ്. അപ്പം ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ട്. കേരളത്തിലെ ഈ പറഞ്ഞ പോലെ ഭൂഗർഭജലത്തിലാകട്ടെ നദികളിലാകട്ടെ എല്ലാം പൊല്യൂട്ടഡ് ആണ്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലാണ് പഠനങ്ങൾ പറയുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഓരോ ഉടായിപ്പുകാരാണ് കേരളീയർ. അങ്ങനെയുള്ളൊരു സ്ഥലത്തുനിന്ന് ഒരു വിനീത് അവിടെ പോകാൻ പാടില്ല. 2, ചെന്നപ്പോൾ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയനുസരിച്ച്, ഞാൻ കുംഭമേളയ്ക്ക് പോയ ആളല്ല, ഞാൻ മനസ്സിലാക്കിയ ഫ്രീ ടെൻറ്റ് മുതൽ, ടെൻറ്റ് കെട്ടിയിട്ടുണ്ട് അവിടെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് താമസിക്കുക, ടെൻറ്റ് ഉണ്ട്, ഫ്രീ ഫുഡുമാണ്. അത് മുതൽ 1 ലക്ഷം രൂപ വരെ വാടകയ്ക്കുള്ള റൂം കിട്ടുന്ന സംവിധാനം വരെ ഉണ്ട് അവിടെ. അവിടെയൊക്കെ ഫ്രീ ആയിട്ട് താമസിക്കാൻ പൈസ ഇല്ലാത്തവർക്ക്, കാശുള്ളവർക്ക് 1000 രൂപ, 10000 രൂപ, 20000 രൂപ, 50000 രൂപ, അങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് വരെ താമസിക്കാൻ പറ്റുന്ന ഹോട്ടൽ വരെയുള്ള സ്ഥലമുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുമുണ്ട്. അവർക്കാർക്കും ഒരു പരാതിയില്ല. കുളിച്ചവർക്കും പരാതിയില്ല. വന്നവരെല്ലാം കുളിച്ചല്ലോ. അവിടെ ഭക്തിമാർഗത്തിൽ പോയവരാണല്ലോ കൂടുതലും. അതെ, പോയവരെല്ലാം കുളിച്ചു. അവരാരും ചൊറി പിടിച്ചതായിട്ട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പഠനം നടത്തി. ഒന്നാമത് അവർ ഈ സമയത്ത് തന്നെ പഠനം നടത്തുന്നത് തന്നെ ഒരു ദുരുദ്ദേശപരമാണ്. അതെ. 2, നടത്തിയിട്ട് അവർ പുറത്ത് വിടുമ്പോൾ അവരൊരു കാര്യം കൂടെ പുറത്ത് വിടണമായിരുന്നു. കുളിക്കുന്നതിനുള്ള ലെവൽ എത്ര, കുടിക്കുന്നതിനുള്ള ലെവൽ എത്ര? കുടിക്കുന്ന വെള്ളത്തിലാണ് ഈ 0 ഈക്കോളി ബാക്ടീരിയ. കുളിക്കുന്ന വെള്ളത്തിൽ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരു വെള്ളത്തിലും കുളിക്കാൻ പറ്റത്തില്ല. കിണർ വെള്ളത്തിൽ കുളിക്കാൻ പറ്റത്തില്ല. ഒരു പുഴയിലും കുളിക്കാൻ പറ്റത്തില്ല. കേരളത്തിലല്ല, ഇന്ത്യയിൽ ഒരു പുഴയിലും കുളിക്കാൻ പറ്റത്തില്ല. ഈക്കോളി ബാക്ടീരിയയുടെ നമ്പർ എടുത്തിട്ട് കുളിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഉള്ളിൽ കുടിക്കാത്തിടത്തോളം കാലം അത് നമുക്ക് ഹാനികരമല്ല. ഇനി ഉള്ളിൽ കുടിക്കുന്നെങ്കിൽ എങ്ങനെ കുടിച്ചാൽ മതി? തിളപ്പിച്ചാറ്റി കുടിച്ചാൽ മതി. 20 മിനിറ്റ് തിളപ്പിച്ചാൽ പോകാത്ത ഏത് ബാക്ടീരിയ ഉള്ളത്? അപ്പം ശരി, തിളപ്പിച്ച് കുളിക്കാൻ പറ്റില്ല, സമ്മതിച്ചു. രണ്ടാമത് ഇദ്ദേഹത്തിന് ചൊറിഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അതറിയാം, അത് നമ്മൾ ആരും ചർച്ച ചെയ്തില്ല. ഒന്ന്, ഇദ്ദേഹം BJP ഗവൺമെൻറ്റുമായിട്ടൊക്കെ തെറ്റി ഇദ്ദേഹത്തിനെ ജോലിയിൽ നിന്ന് എന്തോ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അങ്ങനെ എന്തോ വിഷയമുണ്ട് പുള്ളിയുടെ. 2, പുള്ളി എന്ന് അവിടുത്തെ സാധാരണ ആളുകളോട് ചോദിക്കുകയാണ്. അവരോട് എന്തോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് മോദി കി ജയ്,
യോഗി കി ജയ് എന്ന് അവർ വിളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ല സൗകര്യമൊന്നും ഇല്ലല്ലോ, വലിയ ഈ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ സാധാ ടെൻ്റാണല്ലോ, ഇവിടെ കിടന്ന് നിങ്ങൾ എന്തിനാണ് അത് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സൗകര്യമൊക്കെ ഒരുക്കി തന്നല്ലോ. അപ്പോൾ കേട്ടോണ്ടിരുന്ന കുറച്ച് പേര് കൈയടിച്ചു. അക്ഷരോത്സവത്തിൽ കൈയടിച്ചവരെ മനസ്സിൽ പോയി എന്തെന്നറിയാവോ? അഴുക്ക കാര്യങ്ങൾ ആര് ചെയ്തു തന്നു എന്നാണ്. മോഡിയും യോഗിയും ചെയ്തു തന്നല്ലോ എന്നുള്ള കളിയാക്കലിലാണ് ആളുകൾ കൈയടിച്ചത്. പക്ഷെ അവർ പറഞ്ഞെന്താണ്, ഈ പറഞ്ഞവർ പറഞ്ഞെന്താണ്, ഞങ്ങൾക്ക് കുംഭമേള കാണാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നല്ലോ, കുംഭമേള നടത്തുകയും അതിൽ പങ്കെടുക്കാനും കാണാനും ഒരു സൗകര്യം ഉണ്ടാക്കി തന്നല്ലോ എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ കൈയടിച്ചത് എന്തിനാണ്? അവർ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് അവർ കെ ജെ വിളിച്ചതെന്ന് പറഞ്ഞത്. അവർ യോഗിക്കല്ല കെ ജെ വിളിച്ചത്, UP മുഖ്യമന്ത്രിക്കാണ്. നരേന്ദ്രമോദിക്കല്ല അവർ കെ വിളിച്ചത്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സംസ്കാരം, ആ സംസ്കാരം വിനീതിന് കിട്ടിയിട്ടില്ല. വിനീത് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പറയൂ, പറയില്ലല്ലോ. ഇങ്ങനെ ചോദിക്കുമോ അവരോട്? CPM ആണ് ഭരിച്ചിരുന്നെങ്കിൽ ചോദിക്കുമോ? അല്ലെ വിനീതിന് താല്പര്യമുള്ളൊരു പാർട്ടിയാണ് ഭരിച്ചത്, ഞാൻ ഏത് പാർട്ടി ആയിക്കോട്ടെ, വിനീതിൻ്റെ പാർട്ടി എനിക്കറിയില്ല, താല്പര്യമുള്ള പാർട്ടിയാണ് ഭരിച്ചതെന്ന് ചോദിക്കൂ. അപ്പോൾ ആ ചോദ്യം തന്നെ അനാവശ്യം, അസ്ഥാനത്ത് അവിടെ പോയത് അനാവശ്യം, കുളിക്കാത്തത് അനാവശ്യം. ഇനി വീണ്ടും പറയാം, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇപ്പം ഞാനാണ് പോയെന്ന് വിചാരിക്കുക, വിനീതിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ നിങ്ങളാണ് പോയെന്ന് വിചാരിക്കുക. നമ്മളവിടെ ചെന്നു, നമ്മുടെ നല്ല തണുപ്പാണ് അവിടെ, ഇപ്പോൾ വലിയ തണുപ്പാണ്. അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് പറ്റിയില്ല. വെള്ളം നോക്കിയപ്പോൾ നമുക്ക് സാധാരണ കുളിക്കുന്നത് പോലുള്ളൊരു ക്വാളിറ്റി നമുക്ക് തോന്നിയില്ല. നമ്മൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ കുളിക്കത്തില്ല. വെള്ളം ചിലപ്പോൾ ഒരു കുടയൊക്കെ ഉള്ളതായിരിക്കും. നമ്മൾ ഭക്തി വേണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം കോരി കുടയും, ഒരു ഭക്തിക്ക് വേണ്ടി. ഇപ്പൊ തിരുവല്ലത്ത് നടക്കുന്ന അതാണല്ലോ, ജസ്റ്റ് കാലൊക്കെ നനയ്ക്കും. അത്രേ ഉള്ളൂ. തന്നെ വളരെ അപൂർവം വരെ ചെയ്യാം. എന്നാലും അവിടെ ഷവർ വെച്ചിട്ടുണ്ട്, അതിൽ പോയി കുളിക്കും. കോർപ്പറേഷന്റെ വെള്ളം വരുന്നുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വരുന്നുണ്ട്, അതിലാണ് കുളിക്കുന്നത്. ഈ ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് ഇറങ്ങി ഒന്ന് നനഞ്ഞ് കാലൊന്ന് നനച്ച് പോടാൻ പോയി മറ്റേ വെള്ളത്തിൽ കഴുകും, ഒരു അത്രയൊക്കെ ചെയ്യും. ഇയാൾ അതും ചെയ്തില്ലെന്ന് വിചാരിക്കുക, അതും ചെയ്യണ്ട. പക്ഷെ ഇയാൾ അതിനെ പരിഹസിക്കരുത്. അവിടെയാണ് വിനീതിനോടുള്ള എതിർപ്പ്. വിമർശിക്കാം, മാന്യമായ ഭാഷ. അല്ല, ഞാൻ വിമർശനത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ പോയി, എനിക്ക് പറ്റിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ വെള്ളം എനിക്ക് അത്ര ശുദ്ധമാൻ തോന്നിയില്ല, ഞാൻ കുളിച്ചില്ല. അവിടെ കുളിച്ചാൽ ചൊറി പിടിക്കും, എനിക്ക് ചൊറി വരാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവഹേളിക്കൽ. അതിൻ്റെ ഭാഷ, ഉള്ളിൽ കിടക്കുന്ന അഴുക്ക് ഇതുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ അഴുക്കുണ്ടല്ലോ, അത് പുറത്തു വരുന്നതാണ്. ഉള്ളിലെ ചൊറിച്ചിലാണ്. പിന്നെ ഉള്ളിലെ ചൊറിച്ചിലാണ് പുള്ളിയുടെ പുറത്തു വന്നത്. അത് പറയാൻ പാടില്ല. 53 കോടി ആളുകൾ, 170 രാജ്യങ്ങളിലെ അംബാസഡർമാർ, ആപ്പിൾ കമ്പനിയുടെ CEO, അവരുടെ ഫാമിലി, ഇന്ത്യയിലെ അദാനിയും പിന്നെ അംബാനിയും ഒക്കെ നമുക്ക് ബൂർഷ്വയും മുതലാളിയൊക്കെ ആയിരിക്കും നമ്മളെ സംബന്ധിച്ച്. പക്ഷെ അവരെല്ലാം വലിയ ആളുകളാണ്. ഒരു ഗംഗ വാങ്ങാനും ഗംഗയെ ശുദ്ധീകരിച്ച് കുളിക്കാനും ഒക്കെ കാശുള്ളവരാണ് അവർ. അവർ വന്ന് ഈ അഴുക്ക വെള്ളത്തിൽ കുളിക്കുമോ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളം ഓരോ ദിവസവും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫിൽറ്റർ ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. IIT-കൾ, ഇന്ത്യയിലെ IIT-കൾ, ISRO തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ സയൻറ്റിസ്റ്റുമാരുടെ നേതൃത്വത്തിലാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ടെക്നോളജികൾ ഉപയോഗിക്കുന്നത്. അവിടെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നത്. പക്ഷേ എങ്കിലും ലക്ഷക്കണക്കിന് ആൾ വരുമ്പോൾ, കോടിക്കണക്കിന് ആൾ വരുമ്പോൾ, പിന്നെ അതിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, ആളുകൾ ഒഴുക്കിൽപ്പെട്ട് പോകാതെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചില സ്ഥലങ്ങളിൽ കെട്ടി നിർത്തിയിട്ടുണ്ട്. അത് ആൾ കുറയുമ്പോഴേ അവർ തുറന്നു വിടുകയുള്ളൂ, പിന്നെ വീണ്ടും കെട്ടും, അണ കെട്ടുമ്പോൾ കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറേ സ്റ്റാഗ്നേഷൻ വന്നിട്ടുണ്ട്. ശബരിമലയിൽ എത്ര പേരാണ് തിരിച്ചു പോയത്? നമ്മൾ ശബരിമലയെ തള്ളി പറയാൻ പാടുണ്ടോ? കേരള ഗവൺമെൻറ്റിനെ തള്ളി പറഞ്ഞാൽ ഈ വിനീത് തള്ളി പറയുമോ? ശബരിമലയെ കുറച്ച് പേര് തിരിച്ചു പോയല്ലോ. അതെ, അവർക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റാതെ തിരിച്ചു പോയി. എത്രയും പേര് അവിടെ പോയി കുഴഞ്ഞു വീണ് മരിക്കുന്നു, എത്രയും പേർക്ക് വെള്ളം കിട്ടുന്നില്ല. വലിയൊരു മാസല്ലേ വരുന്നത്. അതെ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന അത്രമുള്ള കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന സ്ഥലത്ത് ചില അസൗകര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ സോഷ്യലിസം അവിടെയാണ് നടപ്പിലാക്കുന്നത്. അത് നോക്കിയിട്ടാണോ സോഷ്യലിസമാണോ രാജ്യത്തെന്ന് പറയുന്നത്? ഒരു ഉത്സവ പറമ്പിൽ ആളുകൾ ഇരിക്കുന്നത് നോക്കിയിട്ടാണോ അത് അവിടുത്തെ സോഷ്യലിസം നിശ്ചയിക്കുന്നത്? ആ രാജ്യത്തിൽ അല്ലല്ലോ. അവിടെ ആളുകൾ പലതരത്തിൽ വരും. ചൂത് കളിക്കാർ വരും, കള്ളന്മാർ വരും, കൊള്ളക്കാർ വരും, ഉത്സവം കാണാൻ ആളുകൾ വരും, പെണ്ണുങ്ങളെ ശല്യം ചെയ്യാൻ ആളുകൾ വരും, പൈസ മോഷ്ടിക്കുന്ന ആളുകൾ വരും, ഉറക്ക വഴി ആളുകൾ വരും, എന്തിനൊക്കെ വരും. ശിവരാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യത്തിന് ഉത്സവത്തിന് ആളുകൾ വരും. ഇവരാരെങ്കിലും ഒരു വട്ടൻ്റെ അടുത്ത് ആരെങ്കിലും പോയി ചോദിച്ചാൽ, ഒരാളുടെ പോയി ചോദിച്ചാൽ അതാണോ ഉത്സവം? അതല്ലല്ലോ. അങ്ങനെയല്ലല്ലോ വിഷയങ്ങളെ വിലയിരുത്തുന്നത്. യാതൊരു പക്വതയില്ലാതെ പറയും. അത് കൈയടിക്കാൻ കുറച്ച് പേര്. മനസ്സിലായി? ഇതൊരു വളരെ വലിയൊരു നെഗറ്റീവ് സൊസൈറ്റിയാണ് നമ്മൾ. ഒരു കാര്യത്തെ നമ്മൾ പോസിറ്റീവായി കാണില്ല. ആദ്യം കുറച്ചത് നാഗ സന്യാസിമാരായിരുന്നു. അതെ, അത് ക്ലച്ച് പിടിച്ചില്ല.
അത് പൊളിച്ചു, ബാക്കിയുള്ളവരെല്ലാം കൂടി പൊളിച്ചപ്പോൾ അവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പിന്നെ അവിടെ തിക്കും തിരക്കും ഉണ്ടായി കുറച്ച് പേര് മരിച്ചു. കുറച്ച് പേര് സ്വാഭാവികം, അതായി വിഷയം. സ്വാഭാവികം. ഒരു ക്രമാതീതമായി ജനങ്ങൾ വന്നാൽ അത് ഒരു റെയിൽവേ ആയാലും ആരായാലും ഒരുക്കുന്നതിന് കണക്കില്ലയോ, ഒരു കണക്കുണ്ടല്ലോ, അതിനപ്പുറം ഒരുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആളുകൾ വരും, സ്വാഭാവികമായിട്ട് ചില മരണങ്ങൾ സംഭവിക്കും. അതെ, പ്രയാഗ്രാജിലും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടായി പ്രശ്നം. അത് സംഭവിക്കാം, സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അത്രയും ആളുകൾ വരുമ്പോൾ ചില പ്രിക്കോഷൻ മെഷറുകൾ വരും. കാരണം അത്രയും ജനങ്ങൾ ഇനിയിപ്പോൾ വേറെ തമാശന്തരയോ, നാളെ മറ്റന്നാളൊക്കെ എന്താ സ്ഥിതി അവിടെ? തീരാൻ പോകുന്ന ദിവസങ്ങളാണ്. ശിവരാത്രിയൊക്കെ അവിടെ പിടിച്ചാൽ കിട്ടുമെന്നറിയില്ല. അതൊന്ന് ഭംഗിയായി തീരുന്നതെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. 26-ാം തീയതി കോടികളായിരിക്കും, ഈ വന്ന കോടി ആയിരിക്കത്തില്ല ഇനി വരാൻ പോകുന്നത്. അല്ലെ ലോക്കൽ ആളുകളൊക്കെ പോകാമെന്ന് വിചാരിക്കണം എന്നായിരിക്കും, ശിവരാത്രിക്ക് പോകാമെന്ന് വിചാരിക്കും. അടുത്തൊക്കെ ഉള്ളവർ, ആ സ്റ്റേറ്റുള്ളവരും തൊട്ടടുത്ത സ്റ്റേറ്റുള്ളവരൊക്കെ ശിവരാത്രിക്ക് പോകാമെന്ന് വിചാരിക്കും. കാരണം അതല്ല പ്രധാന ദിവസം. അതെ. അപ്പോൾ ഇത് വലിയ സംഭവമാണ്. അപ്പോൾ അതിനെ അതിൻ്റെ മെരിറ്റിൽ കാണുകയും, അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയല്ല, അതുകൊണ്ട് ഞാൻ കുംഭമേളയെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. എത്രയും മനോഹരമായിരിക്കും. ഞാനൊരു വിശ്വാസിയല്ല, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അത് വിശ്വാസികളുടെ വിഷയമാണ്. ഇതവിടെ ചെന്നിട്ട് അയാൾ കുളിക്കില്ല, അല്ലെങ്കിൽ അവിടെ പോയി അവിടെ തൊഴാൻ, പിന്നെ വേറെ പുള്ളി പറയാം, അതുകൊണ്ട് പറഞ്ഞ അവസാനം പുള്ളി പറയും വേറെ ഒന്നും അവിടെ കണ്ടില്ല. അതാണ് മനസ്സിലാവാത്തത്. അവിടുത്തെ വിശ്വാസം എന്താണ്? അവിടെ ചെല്ലുന്നതാണ് ഒരു ഭാഗ്യം എന്നാണ് ആൾ കരുതുന്നത്. അതെ. നമ്പർ 2, സ്നാനം ചെയ്യുന്നതാണ് അടുത്ത ഭാഗ്യം. ഇതാണല്ലോ വിശ്വാസം. അതെ. അയാൾ വേറൊന്നും അവിടെ കണ്ടില്ല എന്ന്. അപ്പോൾ എന്ത് കാണാനാണ് പുള്ളി പോയത്? ബാലെ വയ്ക്കുമോ, നമ്മളെ ഉത്സവപ്പറമ്പിൽ വയ്ക്കും പോലെ നാടകം വയ്ക്കൂ, ഡാൻസ് വയ്ക്കൂ, പാട്ട് വയ്ക്കൂ, കഥാപ്രസംഗം വയ്ക്കൂ, മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കി. പിന്നെ അല്ലെ സാംബശിവന്റെ കഥാപ്രസംഗം കേൾക്കാനാണോ പോയത് അയാൾ? അല്ലെ ഉത്സവപ്പറമ്പ് എന്തിനാ ഇയാൾ പോയത്? വാട്ട് ഈസ് ഹിസ് പർപ്പസ്? അദ്ദേഹത്തിൻ്റെ പർപ്പസ് എന്താണ്? കുളിക്കാനല്ല, തൊഴാൻ അവിടെ ഒന്നുമില്ല, വേറെ തൊഴാനൊന്നുമില്ല, ചുമ്മാ തൊഴലേ ഉള്ളൂ, അല്ല അമ്പലമൊന്നുമില്ല ഈ പറയുന്നിടത്ത്. അതെ, പോലെ അതാണ്. എന്തിനാ അവിടെ പോയതപ്പോൾ? അപ്പോൾ ദുരുദ്ദേശമാണ്. പോയ ദുരുദ്ദേശം, അവിടെ നിന്ന് ആളുകളോട് ചോദ്യം ചെയ്ത ദുരുദ്ദേശം, അത് അതേപോലെ അതിനേക്കാൾ വൃത്തികെട്ട ഭാഷയിൽ വന്ന് ചാനലിൽ പറഞ്ഞ ഒരു സമ്മേളനത്തിൽ അത് പറഞ്ഞിട്ട് ഇത് കേട്ടോണ്ടിരുന്നവരാണ് ഏറ്റവും കൂടുതൽ അശ്ലീലം. എന്നോട് ചോദിച്ചാൽ ഇത് കേട്ടോണ്ടിരുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരാണ് ഏറ്റവും വലിയ അശ്ലീലം. ഒരുത്ത അശ്ലീലം പറയുന്ന ഒരാൾ, ഞാനാണ് ഉണ്ടായിരുന്നത്, കൃത്യമായിട്ട് ചോദിച്ചത് എന്താ പറയണത് നിങ്ങൾ? വിവരക്കേട് സദസ്സിൽ ചോദിക്കാൻ അവസരമില്ലെന്ന് വിചാരിച്ചിട്ട് വിവരക്കേട് വിളിച്ചു പറയാമോ? സദസ്സിൽ കയറി ഇരുന്നിട്ട് വലിയ വിവരക്കേടാണ് പറഞ്ഞത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു വിവരക്കേട് പറയാൻ പാടില്ല. അത് വിശ്വാസികളുടെ നൂറ്റാണ്ടുകളുടെ 1-2 വർഷമാണ്. ഇവരാരെങ്കിലും വിചാരിച്ചിട്ട് വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ ഒഴിഞ്ഞ് തീർന്ന് എണ്ണം കുറഞ്ഞ് പോകണതല്ലാതെ, ഇത് കറക്റ്റ് ചെയ്യാൻ വന്നവർ എണ്ണം കുറഞ്ഞ് പോകുന്നതല്ലാതെ, അതെ, ഇതിൻ്റെ ഇപ്പുറത്തെ പക്ഷത്തെ എണ്ണമൊന്നും കുറയുന്നില്ല എന്ന് മാത്രമല്ല, വിവരമുള്ളവർ ഉൾപ്പെടെ നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ആർക്കാ വിവരം എന്ന് ചോദിച്ചാൽ ISRO ചെയർമാൻ സോമനാഥൻ അവിടെ പോയി, അതിനെ ട്രോൾ ചെയ്യുക. അയാൾ ഒരു വിവരമില്ലാത്ത ആളല്ലോ, മന്ദബുദ്ധിയല്ലല്ലോ. ISROയുടെ ചെയർമാനായിട്ട് ഇരിക്കുന്ന ആൾ മന്ദബുദ്ധിയല്ലല്ലോ. അതെ, അദ്ദേഹം വരെ അവിടെ പോയി തൊഴുതു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊരു എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ജന്മസുഹൃതവും പുണ്യമാണ് എന്ന് സോമനാഥനെ പോലെ ഉള്ളവർ പറയുന്നു, നാസയിലെ സയന്റിസ്റ്റുമാരും പറയുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസം, അത് വിശ്വാസമാണ്. അവിടെയാണ് ഈ വിനീതന്മാർ പോയിട്ട് ഒരു വിനീതമല്ലെന്ന് മാത്രമല്ല ഒരുതരം തറ വർത്താനം പറയുന്നത്. എന്ത് ജന്മങ്ങളാണ് ഇതൊക്കെ.